അപ്പോൾ തിരുവോണം ബമ്പറടിച്ച് 25 കോടി അടിച്ചത് ഭാഗ്യവാനല്ല ഭാഗ്യവതിയാണോ? ആകാംക്ഷയിലാണ് കേരളം. ഒരു സ്ത്രീക്കാണ് 25 കോടി രൂപ ബമ്പറടിച്ചതെന്നാണ് സൂചന. നെട്ടൂർ സ്വദേശിനിയാണ് എന്നാണ് ഉറപ്പിക്കുന്നത്. ആ ഭാഗ്യശാലിയുടെ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. നമുക്കൊരു പ്രതികരണം കേട്ടുവരാം. അങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞത്. ആണെന്നറിയില്ല, ചെന്ന് ചോദിക്കണം. അപ്പോൾ അതാണോ എന്നെ കാണിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കൂട്ടുകാരനാണ് കാണിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ അവൻ ആ നമ്പറിന്റെ ഫോട്ടോയാണ് കാണിച്ചത്. ലേഡിയാണെന്നാണ്. ലേഡിയാണ്, നെറ്റൂരാണെന്ന് അറിയാം. പക്ഷെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. വരുമായിരിക്കാം ചിലപ്പോൾ, പക്ഷെ ഞായറാഴ്ച കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. ആണെങ്കിൽ അത് നമുക്കറിയാം, ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഉറപ്പിക്കാൻ പറ്റില്ല. അവരാണെങ്കിൽ ചിലപ്പോൾ അവർ വരും. ഇത് ലതീഷിന്റെ സുഹൃത്താണ് ഷബാസ് അഹമ്മദ് ഉണ്ട് നമുക്കൊപ്പം. ഷബാസ് അഹമ്മദ്, ഈ സുഹൃത്ത് പറയുന്നത് ഈ സുഹൃത്തിന്റെ സുഹൃത്ത് ഈ ഭാഗ്യശാലിയായ വനിതയെ കണ്ടു എന്നാണ്. അപ്പോൾ വനിതയാണ് എന്നത് ഉറപ്പിക്കുന്നു ഈ സുഹൃത്ത്. പക്ഷേ അങ്ങനെ അത്ര ഉറപ്പിക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യശാലി വനിതയാണോ എന്നുള്ളതാണ് ചോദ്യം. നെട്ടൂർ സ്വദേശിനിയാണെന്ന് ഉറപ്പിക്കാമോ ഷബാസ്? അരുൺകുമാർ, പ്രധാനപ്പെട്ട സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഒരു വനിതയാണെന്ന സൂചനയാണ് ഈ ലതീഷിന്റെ സുഹൃത്ത് നൽകുന്നത്. ഒരു നെട്ടൂർ സ്വദേശിയാണ് എന്ന കാര്യം ഏകദേശം ഉറപ്പിക്കാം. ആ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. ഈ ടിക്കറ്റിന്റെ തുക നെട്ടൂർ വിട്ട് പുറത്തു പോകില്ല എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അത് ഒരു സ്ത്രീയാണെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ ലതീഷിന്റെ സുഹൃത്താണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്. അവരുടെ വീട് ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ഈ നെട്ടൂരിൽ തന്നെയുള്ള യുവതിയാണ്. അവർ ചിലപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും, അല്ലെങ്കിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടേക്കും എന്നൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിക്കാതെ പേരുകളോ മറ്റോ ഒന്നും കൊടുക്കാനാവില്ല. അവർ ആരാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അവരുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു സ്ത്രീയാണ് ഈ ഓണം ബമ്പർ അടിച്ചിരിക്കുന്ന, ഒരു സ്ത്രീക്കാണ് എന്നുള്ള നിർണായകമായ സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. വൈകാതെ തന്നെ അവർ പുറത്തേക്ക് വരും. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ബാങ്കിൽ കൊടുത്ത് ടിക്കറ്റ് മാറ്റിയ ശേഷം മാത്രമേ മാധ്യമങ്ങളെ കണ്ടേക്കൂ എന്നൊരു സൂചനയും വരുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അവർ ഇന്ന് പ്രത്യക്ഷപ്പെട്ടേക്കും, ഈ കടയിലേക്ക് വന്നേക്കും, നെട്ടൂരിലേക്ക് വന്നേക്കും എന്ന കാര്യമാണ് ഈ ലതീഷിന്റെ സുഹൃത്ത് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 12 മണിക്ക് മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് സൂചന നൽകി. ലതീഷിന് അറിയാമോ ഈ വനിതയെ? ഇല്ല അരുൺകുമാർ, ലതീഷ് പേരുകൾ പറയുന്നില്ല. ലതീഷും പറയുന്നത് ഈ പേരുകൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം, കൺഫേം ചെയ്ത ശേഷം മാത്രം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഏതെങ്കിലും പേര് പറഞ്ഞ് അവരുടെ വീട്ടിന് മുമ്പിലൊക്കെ വലിയ ആൾക്കൂട്ടം പ്രതീക്ഷപ്പെടേണ്ട സ്ഥിതി ഉണ്ടാക്കേണ്ട, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട. ആരാണെന്ന് കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം പറയാമെന്നാണ് ലതീഷ് നമ്മളോട് പറയുന്നത്. ഒപ്പം ഇപ്പോൾ സംസാരിച്ച സുഹൃത്തും അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഇത് ആരാണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. പക്ഷെ അവരത് കൺഫേം ചെയ്ത ശേഷം മാത്രമേ പറയുള്ളൂ. കാരണം പല പേരുകൾ പല ഭാഗത്തു നിന്നായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഒരു പേരെടുത്ത് പറയുന്നത് അവരുടെ വീട്ടിന് മുന്നിൽ ആള് കൂടാനും അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം അവിടേക്ക് പോകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി ഉറപ്പിച്ച ശേഷം, ആ ടിക്കറ്റ് കണ്ട് അത് സ്കാൻ ചെയ്ത് ബോധ്യപ്പെട്ട ശേഷം മാത്രം ഈ പേരുകൾ പുറത്തു പറയാമെന്നുള്ളൊരു നിലപാടിലാണ് ലതീഷും ആ സുഹൃത്തുമുള്ളത്. അരുൺകുമാർ, കാര്യം ഈ വ്യാജന്മാരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് ഈ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഭാഗ്യശാലി ഒരു ഭാഗ്യ വനിതയാണോ എന്ന് നമ്മൾ സംശയിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. ലതീഷിൻ്റെ സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് പറഞ്ഞ അറിവ് മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. നമുക്ക് നേരിട്ടുള്ള അറിവില്ല. ഈ ഭാഗ്യശാലിയായ വനിതയെ നമ്മളും നേരിട്ട് കണ്ടിട്ടില്ല. നെട്ടൂരിൽ തന്നെ വീട് അടഞ്ഞു കിടക്കുന്നു. ചില ആളുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന വീട് നോക്കി പോയിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഭാഗ്യശാലിയെ അല്പസമയത്തിനുള്ളിൽ അറിയാം. ഭാഗ്യശാലി എന്ന മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.